ഒരു മുഫസ്സിറും ഇതിന്റെ താഴെ എഴുതി വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനേക്കുള്ള ഒരു സൂചന പോലും ആരും കൊടുത്തിട്ടില്ല. സഹോദരങ്ങളെ, എന്താണ് ഇവിടുത്തെ വിഷയം? ശരിക്ക് പഠിച്ചോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നുകൊണ്ട് റസൂലിനെ പേര് വിളിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതുപോലെ റസൂലിന്റെ വീടിന്റെ അടികൾ വന്നുകൊണ്ട് ചില അറാബികളായ ആളുകള് യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ, അല്ലയോ മുഹമ്മദേ ഞങ്ങളിലേക്ക് ഇങ്ങ് ഇറങ്ങി വാ. അതുപോലെ തന്നെ റസൂല് വരാൻ കുറച്ച് നേരം വൈകിയാൽ ദേഷ്യപ്പെടുന്ന ആളുകൾ, റസൂലിനോട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ സംസാരിച്ചിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. അങ്ങനെ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്, ലാ തജ്അലൂ ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വിളിയെ നിങ്ങൾ ആക്കരുത് നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ. സ്വഹാബികളെ, നിങ്ങൾ പരസ്പരം പേര് വിളിക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ പറയരുത് കേട്ടോ എന്നാണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ പറയുന്നത്. മുഫസ്സിരീങ്ങൾ അത് എഴുതി വെക്കുന്നു. ഇതാ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കാനൂ യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു, യാ മുഹമ്മദ് യാ അബാ കാസിം, അല്ലയോ അബാ കാസിമേ, അതുപോലെ കാസിമിന്റെ ബാപ്പ, അതുപോലെ തന്നെ മുഹമ്മദേ എന്ന് പറയുന്നവരായിരുന്നു, വിളിക്കുന്നവരായിരുന്നു. ഫനഹാഹുമുല്ലാഹു അസ്സ വജല്ല അൻ ദാലിക, അല്ലാഹു തആല അതിനെ തൊട്ട് അവരെ വിരോധിക്കുകയാണ്. എന്തിനു വേണ്ടി? അഅ്ലാമൽ ലിനബീഹി, അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇസ്തിഗാസ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്നല്ല. ലിഅൻ യസ്തഈസ ലിന്നബി എന്നല്ല, ഇഅ്ലാമൽ ലിനബീഹി സ്വല്ലല്ലാഹു വസല്ലമഹു അലൈഹി. എന്നിട്ട് പറയുന്നു, നിങ്ങൾ പറയേണ്ടത് എന്താണെന്നറിയോ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഫഖാലു, അപ്പോൾ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നുള്ള നിലക്ക് അവർ അഭിസംബോധന ചെയ്തു. റസൂലിനെ പേരെടുത്ത് വിളിച്ചിരുന്ന ആളുകൾ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വീണ്ടും കൊണ്ടുവരുന്നു, ലാ തജ്അലൂ ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ എന്ന് പറഞ്ഞാൽ യഖൂലു എന്താണ്, ലാ തുസമ്മൂഹു ഇദാ ദഅൗതുമൂഹു, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കുമ്പോൾ പേര് വിളിക്കാൻ പാടില്ല. യാ മുഹമ്മദ് എന്ന് പേര് വിളിക്കരുത് കേട്ടോ. വലാ തഖൂലു യാ ഇബ്നു അബ്ദില്ലാഹ് വലാകിൻ ഇബ്നു അബ്ദില്ലാഹ് എന്നും നിങ്ങൾ വിളിക്കരുത്. സൗദികൾ തമ്മിൽ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? വലാകിൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യശറഫു, നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ആദരിക്കണം. ഫഖൂലു, അപ്പോൾ അവർ പറഞ്ഞു, യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് എന്നൊക്കെയാണ്. പിന്നെ അവർ അല്ലാഹു ലാ തജ്അലൂ ദുആ റസൂലി എന്ന ആയത്തിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സൂറത്തുൻ നൂറാണ്. ആയത്തല്ലേ ചോദിച്ചത്, ഖുർആനല്ലേ ചോദിച്ചത്. ഖുർആന്റെ ആയത്താണ് ഞാൻ ഓതിയത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നില്ല. ആയത്തിന്റെ അർത്ഥം പറയേണ്ടത് മുഫസ്സിരീങ്ങളാണല്ലോ, നമ്മളല്ല പറയേണ്ടത്. ഖുർആന്റെ അർത്ഥം പറയേണ്ടത് അവരാണ്. അതാ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു. ഇബ്നു കസീർ ഞാൻ വായിക്കുന്നു. ഇതിന്റെ അർത്ഥം വായിക്കാണ്. തഫ്സീർ ഇബ്നു കസീരിക്കപ്പെടാൻ, വഅയുബജ്ജല, അതുപോലെ ബഹുമാനിക്കപ്പെടാനും, വഅയുഅല്ലമ ബഹുമാനിക്കപ്പെടാനും, വഅയുസവ്വദ വിപൽഘട്ടങ്ങളിൽ സഹായം ചോദിക്കപ്പെടാനും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം ചോദിക്കപ്പെടാനും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. കേട്ടോളൂ, ആയത്തിന്റെ അർത്ഥം എന്റെ വകയല്ല. വഅയുസവ്വദ